ആൾക്കാർക്കുള്ള സംശയമാണ്. ഇപ്പോൾ ചൈനയിൽ നിന്ന് വന്ന പാർസലുകൾ, ഈ പാർസലുകൾ സ്വീകരിക്കാൻ പറ്റുമോ? വൈറസിൻ്റെ അംശം ഉണ്ടാവാറില്ലേ? ഈ ടെക്നിക്കാണ് പൊതുവെ യൂസ് ചെയ്യേണ്ടത്. ആൻഡ് കൈകൾ രണ്ടും റബ് ചെയ്യുക, പിന്നെ ഓപ്പോസിറ്റ് സൈഡ് കൈകൾ ഇങ്ങനെ കഴുകുക. മാസ്ക് വ്യാപകമായി കിട്ടുന്നില്ല, എല്ലാ ആൾക്കാരും മാസ്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ചൂട് കാലാവസ്ഥയാണ്, ചൂട് കാലാവസ്ഥയിൽ കൊറോണ വൈറസ് പകരുമില്ല. അത് തികച്ചും തെറ്റായ സമീപനമാണ്. ആഫ്രിക്കയിലെ ചില രാജ്യങ്ങളിൽ കൊറോണ വൈറസ് ഉണ്ട്. അത് നമ്മളെക്കാളും കൂടുതൽ 34 ഡിഗ്രി സെൽഷ്യസും അതിൻ്റെ മേലെ ചൂടുണ്ട രാജ്യങ്ങളിലും കൊറോണ വൈറസ് പകരുന്നുണ്ട്. ചില മദ്യപ്രേമികളും അല്ലെങ്കിൽ ഈ മദ്യമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നതാണ്, മദ്യം കുടിച്ചാൽ വൈറസ് വരില്ല, മദ്യം കുടിച്ചാൽ വേറെ അസുഖങ്ങൾ വരില്ല. അതും തികച്ചും തെറ്റാണ്. ഈ അവസ്മാരം വന്നെങ്കിൽ ചാവി കൊടുക്കുന്ന പരിപാടികളുണ്ട് നമ്മളെ വീട്ടിലും ബാക്കിയുള്ള കാര്യങ്ങളല്ലോ. അവസ്മാരം വന്നാൽ ചാവി കൊടുത്തെങ്കിൽ ഒരു ശാസ്ത്രീയ വശമില്ല, അവസ്മാരം മിനിമം 5 മിനിറ്റ് കൊണ്ട് മാറുന്നതാണ്. അതുപോലെ കുറേ വിശ്വാസങ്ങൾ, വെളുത്തുള്ളി തിന്നാൽ ഈ വൈറസിനെ അകറ്റാം, അതും ശാസ്ത്രീയമായി തെളിയിച്ചതല്ല. അതിലും 1% പോലും യാഥാർത്ഥ്യമില്ല. പിന്നെ പരമാവധി ട്രെയിൻ യാത്ര, AC യാത്രകൾ ഒഴിവാക്കുന്നത് നല്ലതാണ്. വൈറസുകൾ തണുപ്പ് കാലാവസ്ഥയിൽ കുറച്ചും കൂടെ പകരും. അത് ചൈനയിൽ പോലെ വ്യാപകമായി ഈ അസുഖം സ്പ്രെഡ് ചെയ്താൽ ഇന്ത്യയിൽ കുറച്ച് ആശങ്കാജനകമായ സിറ്റുവേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യരംഗത്തെ അവസാന വാക്കായ WHO പോലും ഇത് ആശങ്കാജനകമായ സിറ്റുവേഷനായി എടുത്തു കഴിഞ്ഞിരിക്കുന്നു. അതായത് സ്പെസിഫിക്കായി വാക്സിനേഷനോ സ്പെസിഫിക്കായുള്ള മരുന്നുകളോ ഈ അസുഖത്തിന് കണ്ടുപിടിച്ചില്ല. സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റാണ് ഈ അസുഖത്തിനുള്ളത്. നമ്മൾ സാധാരണഗതിയിൽ തുമ്മ ഉപയോഗിക്കുന്ന പൊസിഷൻ ഇതാണ്. ഇത് ശരിയായ രീതിയല്ല. ഈ രീതിയാണ് തുമ്മ ഉപയോഗിക്കേണ്ട രീതി. എവിടെ നിന്നാണ് ഉണ്ടായ മനുഷ്യന്മാർക്ക് പകർന്നത്? ആദ്യം ചില പഠനങ്ങൾ സൂചിപ്പിച്ചത് ഈ വെള്ളിക്കെട്ട് പാമ്പിൽ നിന്നാണ് മനുഷ്യനിലേക്ക് പകർന്നതെന്ന നിലയിൽ. അതുകൊണ്ട് ഈ അസുഖം ഇന്ത്യയിൽ കുറച്ച് വ്യാപകമായി സ്പ്രെഡായി പോയെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് വളരെ കൂടുതൽ. ഈ രോഗം ആദ്യം മനസ്സിലാക്കിയില്ലെങ്കിൽ ന്യൂമോണിയ പോലുള്ള ലക്ഷണങ്ങൾക്ക് പോവുക, പിന്നെ കിഡ്നി ഫെയിലിയർ ഉണ്ടാക്കുക, ന്യൂമോണിയ പിന്നെ മാറി റെസ്പിറേറ്ററി ഫെയിലിയർ ഉണ്ടാക്കുക, അതുകൊണ്ട് BP ലോ ആയി. അതുകൊണ്ടാണ് ഈ മരണവും കാര്യങ്ങളെല്ലാം ഇതുകൊണ്ട് സംഭവിക്കുന്നത്. എസ്പെഷ്യലി നമ്മൾ ഈ സ്റ്റെയർ കേസിലുണ്ടാകുന്ന റെയിലിൽ, ഡോറിൻ്റെ ഹാൻഡിലിൽ, ഇതിലെല്ലാം വൈറസ് 9 ദിവസം വരെ നിൽക്കാനുള്ള സാധ്യതയുണ്ട്. 2 ഔട്ട് ബ്രേക്ക് കൊറോണ കൊണ്ടുണ്ടായി. ഒന്ന് സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം എന്നറിയപ്പെടുന്ന സാർസ് എന്ന ഔട്ട് ബ്രേക്കും, അതിൽ കുറേ മരണങ്ങളുണ്ടായി. പിന്നീട് വന്ന സൗദി അറേബ്യയിൽ 2012, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2012 വന്ന മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രോം അഥവാ MERS, ഒട്ടകത്തിൽ നിന്ന് മനുഷ്യങ്ങളിലേക്ക് പകർന്ന ഒരു തരം ഔട്ട് ബ്രേക്ക് ഉണ്ടായി. അതാണ് ഈ കൊറോണ വൈറസ് മുമ്പ് ഉണ്ടാക്കിയ കുറച്ചും കൂടെ ഭീകരമായ അവസ്ഥകൾ, സാർസും MERSും. അതിൻ്റെ ഒരു പരിണിത ഫലമായി, അതിൻ്റെ ഭാഗമല്ലെങ്കിൽ ഈ കൊറോണ വൈറസ് കൊണ്ട് പുതിയതായി ചൈനയിലുണ്ടായ ഒരു സംഭവമാണ് ഈ നോവൽ കൊറോണ എന്ന ആദ്യകാലത്ത് അറിയപ്പെടുന്ന, ഡിസംബർ സമയത്ത് അറിയപ്പെടുന്നതും ഇപ്പോൾ COVID-19 എന്ന നിലയിൽ അറിയപ്പെടുന്ന കൊറോണ വൈറസ്. ഈ കൊറോണ വൈറസിൻ്റെ ആദ്യം എങ്ങനെയാണ്, എവിടെ നിന്നാണ് ഉണ്ടായ മനുഷ്യന്മാർക്ക് പകർന്നത്? ആദ്യം ചില പഠനങ്ങൾ സൂചിപ്പിച്ചത് ഈ വെള്ളിക്കെട്ട് പാമ്പിൽ നിന്നാണ് മനുഷ്യനിലേക്ക് പകർന്നതെന്ന നിലയിൽ. പിന്നീട് ഉള്ള പഠനത്തിൽ തെളിയിക്കുന്നത് വവ്വാലുകൾ കൊണ്ട് മനുഷ്യന്മാർക്ക് പകർന്നതായിരിക്കാം. ഇത് ശാസ്ത്രം വളരെ പുരോഗമിച്ചെങ്കിലും ഈ വൈറസ് ഇപ്പോൾ റീസെൻ്റ്ലി ഉണ്ടായതുകൊണ്ട് അത് എവിടുന്ന ഉത്ഭവിച്ചതിനെ പറ്റി ഇപ്പോഴും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചൈനയിൽ പോലെ വ്യാപകമായി ഇന്ത്യയിൽ സ്പ്രെഡായി പോയാൽ നമ്മുടെ റിസോഴ്സുകൾക്ക് പരിമിതികളുണ്ട്. ചൈന പോലെ വികസിത രാജ്യമല്ല, ബാക്കിയുള്ള രാജ്യം പോലെ വികസിത രാജ്യമല്ല നമ്മളുടെ. ഹെൽത്ത് ഫെസിലിറ്റിയിലും ഡോക്ടർമാർ പേഷ്യൻ്റ് അനുപാതത്തിലും പരിമിതികളുണ്ട്. അതുകൊണ്ട് ഈ അസുഖം ഇന്ത്യയിൽ കുറച്ച് വ്യാപകമായി സ്പ്രെഡായി പോയെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് വളരെ കൂടുതലായിരിക്കും. ഞാൻ ജനങ്ങളെ പാനിക്കാക്കാൻ വേണ്ടി പറയുന്നതല്ല, ജനങ്ങൾ ഇതിനു വേണ്ടി കൃത്യമായ മുൻകരുതലുകൾ എടുക്കേണ്ട ആവശ്യമുണ്ട് എന്ന നിലയിലാണ് ഇത്തരം കാര്യങ്ങൾ അറിയിക്കുന്നത്. ഇപ്പോൾ ഈ കൊറോണ വൈറസ് ലോകത്താകെ 1035 ആൾക്ക് എന്ന നിലയിലാണ് മരണനിരക്ക്. 100-ൽ 3.5% മരണനിരക്കുള്ളൂ. ഈവൻ ദോ മറ്റുള്ള വൈറസിനേക്കാൾ, ഉദാഹരണം കേരളത്തിൽ റീസെൻ്റ്ലി ഉണ്ടായ നിപ്പ വൈറസിലെ മരണനിരക്ക് ഏകദേശം 75%. അതുപോലെ റാബിസ് വൈറസ് ഉണ്ട്. അത് ശരിക്കും ശരീരത്തിൽ കയറിപ്പോയെങ്കിൽ പേഴുകിയ പട്ടികളിൽ നിന്ന് കിട്ടുന്ന വൈറസാണ് റാബിസ് വൈറസ്. അത് ശരിക്കും ശരീരത്തിൽ കയറിപ്പോയെങ്കിൽ 100% അതുകൊണ്ടുള്ള മരണനിരക്ക്. പക്ഷേ എന്തുകൊണ്ട് ഈ കൊറോണ അപകടകാരിയാകുന്നു എന്ന് വിചാരിച്ചാൽ ഇതിൻ്റെ റാപ്പിഡ് സ്പ്രെഡാണ്.
നിപ്പ അത്ര റാപ്പിഡായിട്ട് ഒരു മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്ക് സ്പ്രെഡ് ആവില്ല. പക്ഷേ ഈ കൊറോണ വൈറസ് ഒരു മനുഷ്യനിൽ നിന്ന് മറ്റുള്ള മനുഷ്യനിലേക്ക് വളരെ റാപ്പിഡായിട്ട് സ്പ്രെഡ് ആകും. സാധാരണഗതിയിൽ തുമ്മ ഉപയോഗിക്കുന്ന പൊസിഷൻ ഇതാണ്. ഇത് ശരിയായ രീതിയല്ല. ഈ രീതിയാണ് തുമ്മുമ്പോൾ ഉപയോഗിക്കേണ്ട രീതി. ഇവിടെ തുമ്മുക, നമുക്ക് വേറെ എന്തെങ്കിലും പ്രിക്കോഷൻസ് ഇല്ലെങ്കിൽ തുമ്മേണ്ട രീതി ഇവിടെ തുമ്മുക. സോ ദാറ്റ് കയ്യിലുണ്ട് വൈറസ് ഒഴിവാക്കും. കൈ കഴുകുന്നതും കുറച്ച് രീതികളുണ്ട്. ഈ ഹാൻഡ് വാഷിങ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കൊറോണ വൈറസിൻ്റെ എന്തിലും ഹാൻഡ് വാഷിങ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് കുറേ വീഡിയോസിലും മറ്റും നിങ്ങൾ കണ്ടതായിരിക്കും. അതിന് സർട്ടൻ ടെക്നിക്സ് ഉണ്ട്. ഞാൻ നിങ്ങൾക്കൊരു ഷോർട്ട് ഫോം ആ ടെക്നിക്സ് ഒന്ന് വിശദമായിട്ട് പറഞ്ഞു തരുന്നെങ്കിലും ഒരു ഷോർട്ട് ടേം ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നേക്കാം ഈ ടെക്നിക്സ്. ആദ്യം ചെയ്യേണ്ടത് ഈ ടെക്നിക്കാണ് പൊതുവെ യൂസ് ചെയ്യേണ്ടത്. ആൻഡ് കൈകൾ രണ്ടും റബ് ചെയ്യുക. പിന്നെ ഓപ്പോസിറ്റ് സൈഡ് കൈകൾ ഇങ്ങനെ കഴുകുക. പിന്നീട് സെയിം സൈഡ് കൈകൾ കഴുകുന്നതാണ് മൂന്നാമത്തെ രീതി. നാലാമത്തെ രീതി ഈ വിരലുകളിടയിൽ കഴുകുന്ന രീതിയാണ് നാലാമത്തെ. ഈ തമ്പ് കഴുകുന്നതാണ് അഞ്ചാമത്തെ രീതി. ആറാമത്തേത് നഖങ്ങൾ വൃത്തിയാക്കുന്ന രീതിയാണ്. ഏഴാമത് നമ്മളെ കയ്യിൽ എന്തെങ്കിലും വേറെ അഴുക്കുണ്ടെങ്കിൽ കൈൻ്റെ പുറമെ കഴുകുന്നതാണ് രീതി. ഈ അറ്റ്ലീസ്റ്റ് ഈ ഹാൻഡ് വാഷിംഗ് ടെക്നിക്ക് ഒരു 20 സെക്കൻഡിൻ്റെ മേലും കൂടി ചെയ്യുന്നത് നല്ലതാണ്. ഒരു ദിവസം ഒരു 10 പ്രാവശ്യം ചെയ്യുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഇത്തരം കാര്യങ്ങൾ ഇപ്പോഴത്തേൽ മാസ്കിനേക്കാളും കൂടുതൽ ആവശ്യം ഈ ഹാൻഡ് വാഷിംഗ് ടെക്നിക്കാണ്. മാസ്ക് ഉപയോഗിക്കണം. ഇപ്പോൾ എല്ലാവർക്കും ഇതാണ്, മാസ്ക് വ്യാപകമായി കിട്ടുന്നില്ല. എല്ലാ ആൾക്കാരും മാസ്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. മാസ്കിന് പകരം ടവൽ ട്രയാങ്കിൾ രൂപത്തിലും ഉപയോഗിച്ചാൽ മതി. ഈ രോഗം ആദ്യം മനസ്സിലാക്കിയില്ലെങ്കിൽ ന്യൂമോണിയ പോലുള്ള ലക്ഷണങ്ങൾക്ക് പോവുക. പിന്നെ കിഡ്നി ഫെയിലിയർ ഉണ്ടാക്കുക, ന്യൂമോണിയ പിന്നെ മാറി റെസ്പിറേറ്ററി ഫെയിലിയർ ഉണ്ടാക്കുക. അതുകൊണ്ട് BP ലോ ആയി. അതുകൊണ്ടാണ് ഈ മരണവും കാര്യങ്ങളെല്ലാം ഇതുകൊണ്ട് സംഭവിക്കുന്നത്. കൊറോണ സിമ്പിളായി എടുക്കേണ്ട സിറ്റുവേഷനും അല്ല, വളരെ ഭയപ്പെടേണ്ട സിറ്റുവേഷനും അല്ല. ശരിക്ക് നമ്മളൊന്ന് ചിന്തിച്ചാൽ ഇതാക്കാൻ പറ്റും. പിന്നെ ഈ കൊറോണേൻ്റെ മരണനിരക്ക് തന്നെ പറഞ്ഞെങ്കിൽ എക്സ്ട്രീം ഏജസിലാണ്. എക്സ്ട്രീം ഏജ് എന്ന് ഉദ്ദേശിക്കുന്നത് ചെറിയ കുട്ടികളിലല്ല, പ്രായമുണ്ട് ആൾക്കാരിൽ 70 വയസ്സിൻ്റെ മേലെ ആൾക്കാരിലാണ് മരണശതമാനം കൂടുതൽ. 70 വയസ്സിൻ്റെ 80 വയസ്സിൻ്റെ മേലെ ഉണ്ട് ആൾക്കാരിലാണ് ലോകത്തെല്ലാം മരണശതമാനം കൂടുതൽ. ഈ 50 വയസ്സിൻ്റെ താഴെ ഉണ്ട് ആൾക്കാർക്ക് വെറും 0.5% മരണനിരക്കേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം അവർ സുരക്ഷിതം എന്നല്ല, അവരും തീർച്ചയായിട്ടും മുൻകരുതലുകൾ എടുക്കണം. ഈ പറയുന്ന ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ ആശുപത്രിയായിട്ട് ബന്ധപ്പെടണം. എസ്പെഷ്യലി നമ്മൾ കാസർഗോഡ് ജില്ലയിൽ എടുക്കുകയാണെങ്കിൽ ജനറൽ ആശുപത്രിയിലും ജില്ലാ ആശുപത്രിയിലും ത്രോട്ട് സ്വാബ് എടുക്കാനുള്ള അറേഞ്ച്മെൻ്റ് ഉണ്ട്. ഈ നമ്മളെ സ്രവങ്ങളാണ്, തൊണ്ടയിൽ നിന്നുള്ള സ്രവം എടുത്ത് പരിശോധനയ്ക്കായി വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വിടുന്നതാണ്. ഇത് കൺഫർമേഷൻ ചെയ്യാനുള്ള മെത്തേഡ്. പരമാവധി നമ്മൾ ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്ന മെത്തേഡ് പോലെ ഷേക്ക് ഹാൻഡിങ് പരിപാടി ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്നത് നമസ്കാരം പോലുള്ള പരിപാടികളാണ് കൂടുതൽ. ഷേക്ക് ഹാൻഡ് കാര്യങ്ങളും ഈ കൊറോണയുടെ സമയത്ത് ഒഴിവാക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. ആയേക്ക അല്ലെങ്കിൽ നമസ്കാരം ആ രീതിയിലെ മെത്തേഡാണ് കുറച്ചും കൂടെ. ഇത് കയ്യിലെ കൂടിയിട്ട് തീർച്ചയായും പകരാൻ കുറച്ച് കൂടുതൽ ഉള്ള അസുഖമാണ് കൊറോണ. ഉദാഹരണത്തിന് ഈ സർഫേസിൽ ആരെങ്കിലും കൊറോണ ആയിട്ട് ഏതെങ്കിലും വൈറസ് ഉണ്ടത് നമ്മളിങ്ങനെ കയ്യിലങ്ങ് പിടിച്ചെന്ന് വിചാരിക്കുക. നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് എല്ലാവർക്കും ഉള്ള സ്വഭാവമാണ് അത് മൂക്കിലേക്ക്, അത് കണ്ണിലേക്ക്, വായിലേക്ക് ഈ കൈ കൊണ്ടുവന്നത്. അങ്ങനെ ഈ വൈറസിനെ നമ്മുടെ ശരീരത്തിലേക്ക് എത്താം. ഏത് അസുഖം വരുമ്പോഴും കുറേ അന്ധവിശ്വാസങ്ങൾ അസുഖമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. എസ്പെഷ്യലി നമ്മളെപ്പോഴും അഭിമാനത്തോട് പറയുന്ന സാക്ഷര കേരളത്തിലും ഇപ്പോൾ ഇമ്മ്യൂണൈസേഷൻ്റെ കാര്യമായെങ്കിലും കുറേ അന്ധവിശ്വാസങ്ങൾ, വാക്സിനേഷൻ പാടില്ല. അതുപോലെ തന്നെ ഈ കൊറോണ വൈറസ് വരുമ്പോൾ കുറേ അന്ധവിശ്വാസങ്ങൾ. ആദ്യം അപൂർവം ചില ആൾക്കാർ പറഞ്ഞു ചൂട് കാലാവസ്ഥയാണ്, ചൂട് കാലാവസ്ഥയിൽ കൊറോണ വൈറസ് പകരില്ല. അത് തികച്ചും തെറ്റായ സമീപനമാണ്. ആഫ്രിക്കയിലെ ചില രാജ്യങ്ങളിൽ കൊറോണ വൈറസ് ഉണ്ട്. അത് നമ്മളെക്കാളും കൂടുതൽ 34 ഡിഗ്രി സെൽഷ്യസും അതിൻ്റെ മേലെ ചൂടുണ്ട രാജ്യങ്ങളിലും കൊറോണ വൈറസ് പകരുന്നുണ്ട്. അപ്പോൾ നമ്മളെ കേരളത്തിലെ കാലാവസ്ഥ കൊറോണ വൈറസിന് അനുകൂലമല്ല, പകരൂല എന്ന് പറയുന്നതിൽ ഒരു തരത്തിലുള്ള യാഥാർത്ഥ്യവുമില്ല. രണ്ടാമത്തെ കാര്യം, ഫ്രീക്വൻ്റായി വെള്ളം തൊണ്ടയിൽ നനച്ചാൽ കൊറോണ വൈറസിനെ അകറ്റാം. അതും തെറ്റാണ്. ചില മദ്യപ്രേമികളും അല്ലെങ്കിൽ ഈ മദ്യമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നതാണ്, മദ്യം കുടിച്ചാൽ വൈറസ് വരില്ല, മദ്യം കുടിച്ചാൽ വേറെ അസുഖങ്ങൾ വരില്ല. അതും തികച്ചും തെറ്റാണ്. അതിലും ഒരു യാഥാർത്ഥ്യമില്ല. അതുപോലെ കുറേ വിശ്വാസങ്ങൾ, വെളുത്തുള്ളി തിന്നാൽ ഈ വൈറസിനെ അകറ്റാം. അതും ശാസ്ത്രീയമായി തെളിയിച്ചതല്ല. അതിലും 1% പോലും യാഥാർത്ഥ്യമില്ല. പിന്നെ
ഹോമിയോയിൽ ഈ വൈറസിനെതിരെയുള്ള പ്രതിരോധ മരുന്നുണ്ട് എന്ന നിലയിൽ അതും യാഥാർത്ഥ്യമായ ഒരു സിറ്റുവേഷനല്ല. ഇതുവരെ ഈ അസുഖത്തിന് ഒരു പ്രതിരോധ മരുന്ന് കണ്ടുപിടിച്ചില്ല. അതുകൊണ്ടാണ് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ അത് വ്യാപിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറയുക ഞങ്ങളെപ്പോലുള്ള ആരോഗ്യ മേഖലയിലുള്ള ആൾക്കാർ കൂടുതൽ പറയുന്നത്. അതുകൊണ്ടാണ് നമ്മളെ റിസോഴ്സസ് ലിമിറ്റഡ് ആണ്. നമുക്ക് വെൻറ്റിലേറ്റർ ഫെസിലിറ്റി കുറവാണ്, നമുക്ക് ബാക്കിൻ്റെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് കുറവാണ്. ഇപ്പോൾ റീസെൻ്റ്ലി ചൈനയിൽ അത് ശരിയാണെന്ന് അറിയില്ല, ന്യൂസിൽ കേട്ടതാണ്, 15 മിനിറ്റ്സ് കൊണ്ട് വൈറസ് ഡിറ്റക്റ്റ് ചെയ്യാനുള്ള ഒരു ബ്ലഡ് ടെസ്റ്റും മറ്റുമെല്ലാം അവർ ഓൾമോസ്റ്റ് പ്രോസസ്സിങ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ആ രീതിയിലേക്കൊന്നും ഇന്ത്യ എത്തിയില്ല ഇതുവരെ. നമ്മുടെ രാജ്യത്തിൻ്റെ പോപ്പുലേഷൻ കൊണ്ടും ബാക്കി വികസിക്കാനുള്ള കുറച്ച് സമയം എടുക്കുന്നതുകൊണ്ട് ആ രീതിയിലേക്ക് എത്തിയില്ല. അതുകൊണ്ട് ചൈന പോലുള്ള രാജ്യത്ത് പകർന്ന പോലെ വ്യാപകമായ സ്പ്രെഡ് ഒഴിവാക്കാൻ പൗരൻ എന്ന നിലയിൽ നമുക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. ആരോഗ്യരംഗത്തെ അവസാന വാക്കായ WHO പോലും ഇത് ആശങ്കാജനകമായ സിറ്റുവേഷനായി എടുത്തു കഴിഞ്ഞിരിക്കുന്നു ഈ രോഗം. അതുകൊണ്ട് ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റാണ്. ഉദാഹരണം ശ്വാസമുട്ടലുണ്ടായി, അതിൻ്റെ ഭാഗമായിട്ട് കൊടുക്കേണ്ട ട്രീറ്റ്മെൻറ്റ്. ന്യൂമോണിയ ഉണ്ടായി, ന്യൂമോണിയത്തിൻ്റെ ഭാഗമായിട്ട് കൊടുക്കേണ്ട ട്രീറ്റ്മെൻറ്റ്. കിഡ്നി ഫെയിലറിൽ പോയി ഡയാലിസിസ് പോലുള്ള ഇമ്മീഡിയറ്റായി ഡയാലിസിസ് പോലുള്ള ട്രീറ്റ്മെൻറ്റ്. അതായത് സ്പെസിഫിക്കായി വാക്സിനേഷനോ സ്പെസിഫിക്കായുള്ള മരുന്നുകളോ ഈ അസുഖത്തിന് കണ്ടുപിടിച്ചില്ല. സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റാണ് ഈ അസുഖത്തിനുള്ളത്. സാധാരണ പകരുന്ന മഞ്ഞപ്പിത്തം, അതിനും സ്പെസിഫിക് ട്രീറ്റ്മെൻറ്റ് ഇല്ല. നന്നായി വെള്ളം കുടിക്കുക, ബാക്കി കാര്യങ്ങൾ ചെയ്യുക, അതെല്ലാം ഇതിന് ട്രീറ്റ്മെൻറ്റ്. അത് കുറേ രീതിയിൽ നമ്മളെ കേരളത്തിൽ ഉദാഹരണത്തിന് കാസർഗോഡെല്ലാം അത് വേറൊരു രീതിയിൽ ചൂഷണം ചെയ്യുന്നുണ്ട്. ഈ മഞ്ഞപ്പിത്തം വന്നാൽ ഒട്ടുമിക്ക ഏരിയയിലും നടക്കുന്ന പച്ചമരുന്ന് ചികിത്സയായിട്ട് ബന്ധപ്പെട്ട് പോകുക. അതിനൊരു ഒറ്റൊരു ഉദാഹരണമാണ് എനിക്ക് പറയാനുള്ളത്. ഈ അവസ്മാരം വന്നെങ്കിൽ ചാവി കൊടുക്കുന്ന പരിപാടികളുണ്ട് നമ്മളെ വീട്ടിലും ബാക്കിൻ്റെ കാര്യങ്ങളെല്ലാം. അവസ്മാരം വന്നാൽ ചാവി കൊടുത്തെങ്കിൽ ഒരു ശാസ്ത്രീയ വശമില്ല, അവസ്മാരം മിനിമം 5 മിനിറ്റ് കൊണ്ട് മാറുന്നതാണ്. അപ്പോൾ ഈ ചാവി ഉള്ളിലുണ്ടത് കൊണ്ട് പല ആൾക്കാരും വിശ്വസിക്കുന്നത് ചാവി കൊടുത്തത് കൊണ്ട് അവസ്മാരം മാറിയതെന്നാണ്. അതുകൊണ്ട് ഈ പച്ചമരുന്ന് മഞ്ഞപ്പിത്തത്തിന് കൊടുക്കുന്നത് കൊണ്ട് പല ആൾക്കാരും വിശ്വസിക്കുന്നത് ഈ പച്ചമരുന്ന് കൊടുത്തത് കൊണ്ട് മഞ്ഞപ്പിത്തം മാറുന്നതാണ്.